നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യലിൻ്റെ മീൻ ആൻഡ് വേരിയൻസ് ആണ്. എക്സ്പൊണൻഷ്യലിൻ്റെ എഫ് ഓഫ് എക്സ് നമുക്കറിയാം ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 0 ടു ഇൻഫിനിറ്റി ആണ് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ വരിക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വരുന്നത് ഇ റേസ് ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അവിടെ നമുക്ക് ആവശ്യം വരുന്നൊരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതൊന്ന് ഓർത്തിരിക്കണം. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഇവിടെ വരുന്നത് 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. ലാംഡ ഔട്ട്സൈഡ് ആണ്. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. എക്സ് എന്ന് വരുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു വീണ്ടും ഇതിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ 0 ടു ഇൻഫിനിറ്റി. അവിടെ നോക്കാം, ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി രണ്ട് ടൈം എന്തായിട്ട് പോകും? നമ്മൾ അതിനാണ് ഐഡന്റിറ്റി പറഞ്ഞിട്ടുള്ളത് 0 ആയിട്ട് പോകും. ലാംഡ ഇൻറ്റു ഫസ്റ്റ് 0 ആണ് അപ്പർ ലിമിറ്റ് വരുന്നത് മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 0 0 ഇൻറ്റു തന്നെയാണ് 0 തന്നെയാണ് വരുന്നത്. സെക്കൻഡ് ടൈമിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 1 ആവും. ബാക്കി മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു 1 ബൈ ലാംഡ സ്ക്വയർ. ഒരു ലാംഡ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ ലാംഡ വരും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് dx. നേരത്തെ ചെയ്ത പോലെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം കൂടി കൂടുതൽ വരും. ആൻസർ നമുക്ക് ലാംഡ ഔട്ട്സൈഡ് എടുക്കാം. ലാംഡ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ ഹോൾ ക്യൂബ് 0 ടു ഇൻഫിനിറ്റി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ലാംഡ കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് എല്ലാം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിന്റെ വരെ എല്ലാ ടൈമും 0 ആണ് വരിക. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആയിരിക്കും. കാരണം എക്സ് സ്ക്വയർ 0 എന്നാലും 0 എക്സ് വരുന്ന രണ്ട് ടൈമും 0 ആയിരിക്കും. then 2 e raised to 0 എന്ന് പറഞ്ഞാൽ 1 വരും ബൈ ലാംഡ ക്യൂബ് മൈനസ് വരും. that is ലാംഡ ഇൻറ്റു മൈനസിന്റെ മൈനസ് പ്ലസ് ആവും 2 ബൈ ലാംഡ ക്യൂബ്. ലാംഡ ക്യാൻസൽ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ 2 ബൈ ലാംഡ സ്ക്വയർ ആണ് വരുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ബൈ ലാംഡ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കാണാനായിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ 2 ബൈ ലാംഡ സ്ക്വയറിന് 1 ബൈ ലാംഡയുടെ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് കിട്ടും? 1 ബൈ ലാംഡ സ്ക്വയർ കിട്ടും. അപ്പോൾ അവിടുത്തെ മീൻ എന്ന് പറയുന്നത് 1 ബൈ ലാംഡയും അതേപോലെ വേരിയൻസ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ സ്ക്വയറുമാണ് വരുന്നത്. ഇത് രണ്ടും ഡെറിവേഷൻ ചെറുതാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്.